ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വോയിസ് എടുത്താണ് കേട്ടോ. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് ബിൽഡിംഗ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഔട്ട്സൈഡ് വോയിസ്, അപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഓവർ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഞാൻ ഇത്രയും നേരം ഷൂട്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ അത് നിർത്തി. ഇനി നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് റെഡി. അപ്പൊ ബത്തേരിക്ക് പോകണം. ഇവിടെ നല്ല മഴക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ ദിവസവും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇടി മഴയാണ്, അതാണ് ഒരു പേടി. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പം നേരെ ബത്തേരിക്ക് പോവാണ്. എന്നിട്ട് സിനിമയും കണ്ട് പിന്നെ ഡിന്നറൊക്കെ കഴിച്ചാണ് നമ്മൾ വരുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറ്റിയാൽ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വായോ, നമുക്ക് ഒന്നിച്ച് പോയിട്ട് സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോരാ. അപ്പൊ നമുക്ക് നേരെ പോയേക്കാം. പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ നല്ല സിനിമകളും നമ്മൾ ബുക്ക് ചെയ്ത് കാണാറുണ്ട്, പക്ഷെ എല്ലാം ഞായറാഴ്ചത്തേന് മാറ്റിവെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സിനിമ റിലീസ് ആകുന്ന ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റൂല. ഞായറാഴ്ച കണക്കാക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ. നീ നിനക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലേ? ആ ടെസ്റ്റ് എഴുതണം, ബുക്ക് പിടിക്കണം, ചൊവ്വാഴ്ച പോയിട്ട് ഡേറ്റ് മാറ്റിയെടുക്കണം. ജൂൺ 12 തന്നേക്കാം. ഞാൻ പറഞ്ഞ എനിക്ക് മഴക്കാലത്തൊന്നും പഠിക്കാൻ പറ്റത്തില്ല, എനിക്കത് ഇപ്പൊ ഡേറ്റ് ആക്കി ഇപ്പൊ തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ചൊവ്വാഴ്ച പോയിട്ട് 5 മൈൽ പോയിട്ട് ഡേറ്റ് മാറ്റിയെടുപ്പിക്കണം. മഴ അങ്ങോട്ട് പേര് മഴ, ഈ ലൈനിലും മഴ. ഇവിടുത്തെ മഴ അങ്ങനെ നല്ല രസാ. ആ ശരിയാ, ലൈനിട്ട് മഴയാ. അന്ന് ഞാൻ മഴയത്ത് കുളിച്ചില്ലേ, മീനങ്ങാടി ഇരുന്ന പേര് മഴയത്ത് പാർട്സ് വാങ്ങാൻ പോയപ്പോ കുളിച്ച് വൈദ്യുരത്തിപ്പോ മഴയില്ല. പകുതി വെച്ച് ലൈൻ വെച്ച് മഴയില്ല. ഓരോ ഏരിയക്ക് അവര് പ്രത്യേകം കൊടുക്കുക, റേഷനൊക്കെ കൊടുക്കുന്നത്. അവിടെ പെരുമഴ പെയ്ത് കഴിഞ്ഞപ്പോ ഗ്യാസൊക്കെ കൊടുക്കുമ്പോ റേഷൻ. അതല്ല ഞാൻ എന്താ പറയാൻ വന്നേ, എത്രയൊക്കെ നേരത്തെ ഇറങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും കറക്റ്റ് ഒരു 10-20 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. പിന്നെ മിസൈൽ പോലെ വണ്ടി വിട്ട് വരും. ഇപ്പൊ ഞാൻ ഓടി വന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഷൂട്ടിംഗ് ആയതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പം എനിക്ക് വിശന്നിട്ട് പോയപ്പോ ഓടിപ്പോയിട്ട് ഇവിടെ താഴെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് മാക്സിമം കടികളൊക്കെ മേടിച്ചിട്ട് ബാഗിൽ വെക്കുക. പിന്നെ അശ്വിനൊരു പെപ്സിയും എനിക്കൊരു വാട്ടറും, ഇത്രയും മേടിക്കാന്നുള്ളത്. 10 മിനിറ്റും കൂടി ഇനി സിനിമ തുടങ്ങാനുള്ളൂ. അപ്പൊ അവൻ പാർക്കിങ്ങിൽ പോയി താഴെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഓൾറെഡി ബിൽഡിങ്ങിന്റെ താഴെ ഫുള്ള് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനങ്ങ് പാർക്ക് ചെയ്യാൻ പോയി. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട്, ഇവിടെ നമ്മൾ സ്ഥിരം വരുന്ന കോഫി ഷോപ്പാണ്, ഇവർക്ക് നമ്മളെ കാണാപ്പാട് അറിയാം. ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ കൂടാതെ ബോണ്ട, പഴംപൊരി, ഇതൊക്കെ ഞാൻ എന്റെ ബാഗിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളവും മേടിച്ചിട്ടുണ്ട്, അവനൊരു പെപ്സി മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചായ അത് മസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അവനോട് ഒരു കോഫി മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് എന്തായാലും സിനിമയ്ക്ക് കയറാം. എന്നെ സംബന്ധിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് സിനിമ തുടങ്ങണമെന്നൊന്നും എനിക്ക് തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ആളുകളൊക്കെ നിറയെ പിന്നെ തിരക്കുള്ള സിനിമയ്ക്ക് വരുന്നതും എല്ലാരെയും കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ വായി നോക്കിയൊക്കെ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ചായയൊക്കെ കുടിച്ച് പതുക്കെ പിന്നെ റിലാക്സ് ആയിട്ട് കയറിയാൽ മതി. നമ്മൾ ഇന്നത്തെ സിനിമ പിന്നെ ടൊവിനോന്റെയും ബേസിലിന്റെ ഒക്കെ ആണല്ലോ. എന്റെ സ്വന്തം വീട് എന്ന് പറയുന്ന മക്കിയാട് എന്നുള്ള സ്ഥലത്താണ്. ബേസിലിന്റെ അമ്മയും ഞങ്ങളും റിലേറ്റീവ്സ് ആണ് കേട്ടോ. ഇവര് ചെറുപ്പത്തില് ബേസിലിന്റെ ഒക്കെ കുഞ്ഞു പ്രായത്തില് നമ്മുടെ വീട്ടില് ബേസിലിന്റെ അച്ഛൻ പിന്നെ പള്ളിയിലച്ഛനാണല്ലോ. അപ്പം അച്ഛനും അമ്മയും ബേസിലും ഒക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞിതായിരുന്നപ്പോ ബേസിൽ വളരെ കുഞ്ഞിതായിരുന്നു കേട്ടോ. അതൊരു 4, 5, 6, 7 ആ വയസ്സുകളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോ ഞാനതിനെ എടുത്തോണ്ടൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ അച്ഛനോട് പറയായിരുന്നു. അച്ഛൻ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എടാ ഇതിന്റെ നായകന് ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കണം. ഓൾറെഡി ഇങ്ങനെ മേടിച്ചു വെച്ചിട്ട് എനിക്ക് പലപ്പോഴും വരുന്ന പ്രശ്നമാണ് കേട്ടോ. ഇതുപോലെ വിശന്ന് പൊരിഞ്ഞ് ഓടി വരും. എന്നിട്ട് ആ കോഫി ഷോപ്പിൽ നിന്ന് മാക്സിമം സാധനങ്ങൾ മേടിച്ച് ബാഗിൽ വെക്കും. എന്നിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കൂടെ ഐസ്ക്രീമും മേടിക്കും, പിന്നെ പോപ്കോൺ മേടിക്കും, അതൊക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം ഫുഡ് കഴിക്കും കേട്ടോ ഈ സിനിമ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ. അങ്ങനെ അപ്പൊ ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്നാക്കുകൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചായക്കടികൾ അങ്ങനെയൊക്കെയാണ്. ഒന്നെങ്കിൽ തലേന്ന് ചായ കുടിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. അങ്ങനെയാണ് ഇന്ന്. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം സാധനം എന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആയിട്ട് പോയിരുന്ന ഇനി തിയേറ്ററിൽ തിന്നാം. അത് കഴിയുമ്പോൾ പിന്നെ സിനിമ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ആക്ച്വലി എനിക്ക് അധികം വിശക്കത്തില്ല, എനിക്കൊന്നും കഴിക്കാൻ പറ്റാതെയോ. അല്ലേ തന്നെ എനിക്ക് ഒന്നിച്ച് കുറെ സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഒരു ദിവസങ്ങളിൽ തന്നെ പല നേരമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്തായാലും നല്ല സിനിമ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കുണ്ട്. ഓൾറെഡി ഇപ്പൊ 3-4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ട് സിനിമ ഇറങ്ങിയിട്ട്. നമുക്ക് ഞായറാഴ്ച പിന്നെ ഫ്രീ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ. അപ്പൊ എന്നിട്ട് ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വിജയിക്കുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. നല്ല അഭിപ്രായമാണ് തോന്നുന്ന സിനിമയെ കുറിച്ച്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിപ്പം ഫൈനലി നമ്മള് തിയേറ്ററിലേക്ക് കയറാൻ തുടങ്ങുവാണ്. ഇനി അവിടെ പോയിരുന്ന് സ്വസ്ഥമായിട്ട് എല്ലാവരും കഴിക്കൂട്ടെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ കയറിയിരിക്കുന്ന എല്ലാവരും വയറ് അറച്ച് പിന്നെ അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഓരോരോ സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നിട്ട്. അങ്ങനെ അതുകൊണ്ട് രസമാണ് കേട്ടോ. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി എന്തായാലും തിയേറ്ററിലേക്ക് കയറാം. ഇനി അവിടെ ഇരുന്ന് സിനിമ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ഡിന്നർ കഴിക്കണം. മഴയൊക്കെയാണ്. അപ്പം ഇടി മഴയൊക്കെ കൊണ്ട് പിന്നെ ട്രാവൽ ചെയ്ത് നമുക്ക് തിരിച്ചു പോകണം. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ നമുക്ക് കൊറിയർ വിടാനുണ്ട്.
അപ്പൊ അതിന്റെ ലിസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി അശ്വിനും കൊച്ചിന്റെ അടുത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ ഇനി രാത്രി ചെന്നിട്ട് പ്രിന്റ് എടുത്ത് തന്നോളൂ അഡ്രസ്സ്. അതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ ഇല്ല. നാളെ രാവിലെ ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഭയങ്കര ഹെവി ആയിട്ടുള്ള പാക്കിങ് നാളെ ഇല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിറച്ചുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ തിയേറ്റർ ഫുള്ളായിട്ടും ആളുകൾ ഉണ്ടായിരുന്നു, ഫുള്ളായിരുന്നു സീറ്റൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സിനിമ കഴിയുമ്പോൾ ഞാനിപ്പോ പറയുമോ, ഓവർ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല എന്താ പറയാ, അടിപൊളി. സസ്പെൻസ് ഉണ്ട്, പിന്നെ എന്താ പറയാ, സെന്റി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, അടിപിടിയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ ചുറ്റുമൊക്കെ മറന്ന് കാണുന്ന സിനിമകളാണ് നല്ല സിനിമ എന്ന് എനിക്ക് ഒരു ഫീൽ. അങ്ങനെ പരിസരം മുഴുവൻ മറന്ന് കണ്ട സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആകെ എനിക്ക് അതിലൊരു സങ്കടം തോന്നിയ ഭയങ്കര നല്ല പാട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല. ഓൾറെഡി പണ്ടത്തെ പാട്ടുകൾ തന്നെ അങ്ങനെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് നല്ല പാട്ടുകളൊന്നും കണ്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് ഇരുന്നു. മേടിച്ച സാധനങ്ങളും മുഴുവൻ കഴിച്ചു. എന്നിട്ട് ആ സിനിമയും കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നേരെ താഴെ ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലോറിൽ പോയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഷോപ്പിംഗ് എനിക്ക് ഇന്ന് പ്ലാൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഓക്കെ, ഇനിയിപ്പം താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമയ്ക്കുള്ള അടുത്ത ഷോയ്ക്കുള്ള അവിടെ എല്ലാം നിറച്ച ആളുകളായിട്ടുണ്ട് കേട്ടോ. നല്ല സിനിമ ആയതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും നല്ല തിരക്കെന്ന് തോന്നി. ഇനി നേരെ നമുക്ക് വാഷ്റൂമിൽ പോകാം. പിന്നെ ഷോപ്പിംഗ് ഒന്നും ഇന്ന് എനിക്ക് പ്ലാൻ ഇല്ല. അതുകൊണ്ട് നേരെ ഇനിയിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കയറി നന്നായിട്ട് തലയൊക്കെ ഒന്ന് ചീകി ഇതായി. ഇന്ന് എനിക്ക് മൈഗ്രെയിൻ ഇല്ല കേട്ടോ. സാധാരണ ഇങ്ങനെ കുറേ ടെൻഷൻ അടിച്ച് ഓടി വന്ന് പിന്നെ വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് സാധാരണ മൈഗ്രെയിൻ ഉള്ളത് കേട്ടോ. ഇന്ന് എനിക്ക് മൈഗ്രെയിൻ ഒന്നുമില്ല. അതിന്റെ ഒരു പ്രത്യേക സന്തോഷമാണ് എന്റെ മുഖത്ത് കാണുന്നത്. മൈഗ്രെയിൻ ഇല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഹോട്ടലിൽ കയറി എന്തെങ്കിലുമൊക്കെ സമാധാനമായിട്ട് കഴിക്കാൻ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാലോ. അല്ലെങ്കിൽ മൈഗ്രെയിൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരു മൂഡ് ഓഫോ ഡിപ്രഷനോ അങ്ങനെയൊക്കെയാണ്. എങ്ങനെയും ഒന്ന് തിരിച്ചു പോയാൽ മതി, കുളിച്ചിട്ടൊന്ന് കിടന്നാൽ മതി. കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല. മൈഗ്രെയിൻ ഇളകിയ അങ്ങനെയുള്ളവർക്ക് അറിയാം. പിന്നെ ഒരു ദിവസം നമ്മുടെ പോക്കാം. മൈഗ്രെയിൻ തുടങ്ങുന്നു എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം കയറും. കാരണം നമുക്ക് പിന്നെ ആ ഒരു ദിവസം പോകും. അങ്ങനെയാണ്. ഇവിടെ പിന്നെ നമ്മള് ദിൽപോട്ടിലാണേ വരുന്നത്. ഇപ്പൊ ദിൽപോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ആംബിയൻസ്, ഈ പച്ചക്കളറും ഒരു പ്രകൃതിയുടെ ഒരു കളറും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇവിടെ നല്ല തിരക്കാണ്. തിരക്കുള്ളിടത്ത് കയറുവാണെങ്കിൽ ഫ്രഷ് ഫുഡ് കിട്ടുമല്ലോ. അതും എന്റെ ഒരു മനസ്സിലുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇവരുടെ പെരുമാറ്റം ഒക്കെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. പണ്ട് ഇവിടെ സഞ്ചാരിയായിരുന്നു, അത് മാറിയിട്ട് ഇപ്പൊ ദിൽപോട്ടായത്. രണ്ടും എനിക്ക് ഓക്കെയാണ്. നല്ല ഫുഡും നല്ല എന്താ ടേസ്റ്റി ഫുഡും ആണ്, നല്ല ആംബിയൻസും ആണ്. അതുകൊണ്ട് ഓക്കെ. പക്ഷെ കുറേ ഫുഡുകളുടെ പേര് പറയുമായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി മേടിക്കടാന്ന് ഞാൻ അവനോട് പറഞ്ഞേ. അപ്പൊ കുറെ ചൈനീസ് ഫുഡിന്റെ ഒക്കെ പേര് പറയായിരുന്നു. ഏതമ്മയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട് എനിക്കിതിന്റെ പേരൊന്നും മനസ്സിലാവുന്നില്ല ആക്ച്വലി. അവസാനം എനിക്ക് മനസ്സിലായ ഒരു പേര് ഞാൻ പറഞ്ഞു, ലോഡഡ് റൈസ് എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ കുറേ കറികളുടെ പേര് അവൻ പറഞ്ഞു, ചൈനീസ് കറികളുടെ. അതെനിക്കൊന്നും മനസ്സിലായില്ല. അതിൽ കൊറിയാണ്ടർ എന്നുള്ളൊരു വാക്ക് മാത്രമേ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിടാ കൊറിയാണ്ടർ കറി മേടിക്കണം. ഇതൊക്കെ ഭയങ്കര തിന്നു ശീലം ഉണ്ടെന്നുള്ള മട്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പം അവൻ ഓക്കെ എന്നാ പിന്നെ അത് മേടിക്കാന്ന് പറഞ്ഞു. ചേട്ടൻ ഇനി ഈ ബുക്ക് മുഴുവൻ ഇരുന്ന് പഠിക്കും കേട്ടോ. പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് അവന് ഇഷ്ടമുള്ളൊരു സാധനം മേടിക്കും. പക്ഷെ ഇന്ന് ഞാൻ ഓൾറെഡി അവനോട് പറഞ്ഞു എനിക്ക് ഒട്ടും വയറില്ല. ഓൾറെഡി സിനിമ തിയേറ്ററിൽ ഇരുന്ന് അത് മുഴുവൻ കഴിച്ചുകൊണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രം മേടിക്കൂ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊത്തിപ്പറക്കി തിന്നോളാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നാളത്തേന് എനിക്ക് ഫുഡ് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത് മേടിച്ചുകൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ അവനും തീരുമാനിച്ചു ഓക്കെ എന്നാ പിന്നെ അത് തന്നെ മേടിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ, ആ ഒരു ചൈനീസ് അത് പറഞ്ഞതല്ലേ, സ്ഥിരമായിട്ടുള്ളവന്റെ പൊറോട്ടയും ബീഫും അവൻ ഇന്ന് മാറ്റി വെക്കാൻ അവൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. എന്നാലും ചേട്ടൻ ഇത് മൊത്തം പഠിക്കൂ കേട്ടോ. പഠിച്ച് പാസ്സായിട്ടേ അത് ഓർഡർ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ അവന് അതിൽ വെറൈറ്റി എന്തെങ്കിലും വേറെ മേടിച്ച് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടിയാണ് അവനിരുന്ന് പഠിക്കുന്നത് കേട്ടോ. എന്തായാലും അവൻ അവസാനം ഓർഡർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഇത് ഞാൻ പറഞ്ഞ തന്നെ കൊറിയാണ്ടർ കൂട്ടിയിട്ടുള്ള ഒരു പേര്, എനിക്ക് ആ പേര് ഇപ്പോഴും അറിയത്തില്ല കൂട്ടുകാരെ. അതും പിന്നെ ലോഡഡ് റൈസും, അത് രണ്ടും കൂടി കൊടുത്തു കേട്ടോ. ലോഡഡ് റൈസ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെനിക്കറിയാം. മറ്റേ പേരൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തോ ചിക്കൻ കറി, ഒരു വെറൈറ്റി ചിക്കൻ കറി. അങ്ങനെ എന്തായാലും ഇനിയിപ്പം അത് തന്നെ മേടിക്കാൻ ചേട്ടൻ ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞ് ചേട്ടൻ എടുത്ത് പഠിക്കുവാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഓർഡർ കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി, അവന് വയറിൽ സ്ഥലമുണ്ട്, അതറിയാൻ വേണ്ടി ആയിരിക്കും ഇരുന്ന് പഠിക്കുന്നത്. എന്നെ സംബന്ധിച്ച് കുറേയൊന്നും ഞാൻ ഒന്നിച്ച് പിന്നെ പറയത്തില്ല കേട്ടോ. കാരണം അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി എന്റെ വയറ് ഫുള്ളാണ്. കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഈ ഫുഡൊക്കെ എനിക്ക് നാളെ കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഞാൻ നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കും കേട്ടോ. വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് സമാധാനമായിട്ട് ചൂടാക്കി കഴിക്കാനാണെങ്കിൽ എനിക്കത് ഓക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് ഒന്നിച്ചൊരു ഹോട്ടലിൽ കയറിയാ അങ്ങനെ എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാനേ പറ്റത്തില്ല. അങ്ങനെയാണ്. എന്തായാലും എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ. ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ഒരു ഒന്നാമത് വൈഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷനും പിന്നെ നല്ല പെരുമാറ്റം. അതൊക്കെ ഞാൻ അവനോട് ചോദിക്കാറുണ്ട് നിനക്ക് സിനിമ ഇഷ്ടമായത്. അപ്പൊ അവൻ പറഞ്ഞു അവന് ഭയങ്കര ഇഷ്ടമായി, നല്ല സിനിമയായിരുന്നു. അപ്പൊ ഓക്കെ. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മള് ദൃശ്യം കാണാൻ വരുന്നതിനെ കുറിച്ചാണ്. ഇനി അടുത്ത സിനിമ ദൃശ്യമാണ്.
ആണല്ലോ, 21-ാം തീയതി കണ്ടത് റിലീസല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഇനി അത് ഞായറാഴ്ച കണക്കാക്കി ബുക്ക് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴേ അവനോട് പറയായിരുന്നു. കാരണം റിലീസ് ആവുന്ന ദിവസങ്ങളിൽ നമുക്ക് പോരാൻ പറ്റില്ല, അശ്വിന് ഡ്യൂട്ടികളുണ്ട്. ആ കൂടെ ഞാനൊരു നല്ലൊരു മിന്റ് ചായ അങ്ങ് പറഞ്ഞു കേട്ടോ. നല്ല തണുപ്പത്ത് ഇങ്ങനെ ചൂടോടുകൂടിയുള്ള മിന്റ് ചായ, അതൊരു നൊസ്റ്റാൾജിയാണ് കൂട്ടുകാരെ, ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പൊ മിന്റ് ചായ വന്നു. എനിക്ക് അവന് വേണ്ടാന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുവോ, ഇനി എന്തെങ്കിലും കഴിക്കാം, വേറെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനെന്തായാലും നല്ലൊരു ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരുന്നപ്പോഴേ നമ്മുടെ ലോഡഡ് റൈസും പിന്നെ ആ വായിക്കൊള്ളാൻ പറ്റാത്ത പേരുള്ളതായ ഒരു പച്ചക്കറി, എന്താ കൊറിയാണ്ടർ എന്ന് മാത്രമേ എനിക്കതിൽ മനസ്സിലായി. ആ കൊറിയാണ്ടർ പിന്നെ ചിക്കനാണ് കേട്ടോ, അങ്ങനെ ചൈനീസാണ്, അത്രയും എനിക്ക് മനസ്സിലായി. ആ കറിയും വന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് ആശു കൊച്ചു ഞാനും കൂടി കുറച്ചേ മേടിച്ചോളൂ കേട്ടോ. കാരണം എനിക്ക് വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞുകൊണ്ട് അവനുള്ള പാർട്ടി മേടിച്ചിട്ടുള്ളൂ. വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് വാരി കഴിക്കും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ വയറ് നിറച്ച് കഴിക്കാൻ എനിക്ക് സെപ്പറേറ്റ് വേണ്ടാന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു വെറൈറ്റി, പക്ഷെ ഒത്തിരി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, അത് ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയല്ലേ എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നോക്കടാ നീ സെയിം തന്നെ ഒന്ന് ഓർഡർ കൊടുക്കണം, നാളെ ഞാനത് ചൂടാക്കിക്കോളാം, ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൈ പാനിലിട്ടോ എങ്ങനെയെങ്കിലും ഞാനത് ചൂടാക്കിക്കോളാം, നാളെ കൂടി നമുക്ക് ഇത് തന്നെ കഴിക്കാം. അപ്പൊ നിനക്ക് ഡിന്നർ ആയിട്ടും വെക്കാം, ഞാനത് ഉച്ചയ്ക്കും കഴിച്ചോളാം. അപ്പൊ നീ അതും കൂടി ഓർഡർ കൊടുക്കാൻ പറഞ്ഞു, ഒരു പാർട്ടും കൂടി ഓർഡർ കൊടുക്കാൻ പറഞ്ഞേ. അങ്ങനെ നമ്മൾ പാർസൽ മേടിച്ചു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ. അപ്പം ഓർത്തു ഓക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നറിയില്ല, പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുമ്പോൾ എന്തായാലും ഇന്ന് കഴിക്കാൻ പറ്റാത്ത സങ്കടം അങ്ങ് മറക്കാമെന്ന് ഓർത്തിട്ട് നാളത്തേന് അത് പാർസലും കൂടി മേടിച്ചു. പിന്നെ ഇവിടെ സൺഡേ ആണെങ്കിലും കൂട്ടുകാരെ, ഇവിടെ ഞങ്ങളുടെ നാടൊക്കെ ഇങ്ങനെ സൺഡേ ഓഫ് ഡേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സൺഡേ ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടെടുത്തോളാം. എവിടെ കയറിയാലും തിരക്കായിരിക്കും. ടൗണും തിരക്ക്, ഏത് മാളിൽ കയറിയാലും തിരക്ക്, പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാലും തിരക്ക്. ഇവിടെ അങ്ങനെ ഓഫ് ഡേ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എല്ലാവരും സന്ധ്യ വരെ എല്ലാവരും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സന്ധ്യയാകുമ്പോൾ എല്ലാവരും നേരെ ടൗണിലേക്ക് ഇറക്കും. ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നാളെ കഴിക്കാനുള്ള നമ്മുടെ ഫുഡും കൂടി എത്തിയിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ് മേടിച്ചത്, അത് റിപ്പീറ്റ് മേടിക്കാന്നുള്ളത്. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ വലിയ മസാലയൊന്നും ഇല്ല, ചൈനീസ് ആണ്, പക്ഷെ കൊറിയാൻ്റെ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അങ്ങനെ അപ്പൊ അതൊക്കെ മേടിച്ചു. പിന്നെ നമ്മളിതാ ഇനിയിപ്പം നേരെ പോരുവാണ് കേട്ടോ. ഇങ്ങനെ പോരുന്ന വഴിക്കോടെ അശ്വമിച്ച് നല്ല മൂടാണെങ്കിൽ ഭയങ്കര വർത്താനായിരിക്കും കേട്ടോ. ഇന്നവൻ ഹൈപ്പർപൊട്ടാസിൻ നല്ല മൂഡിലാണ് കേട്ടോ. അപ്പൊ ചേട്ടനും ഇങ്ങനെ വർത്താനം പറയാൻ തുടങ്ങും ഓരോ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മുഴുവൻ വണ്ടികളെ കുറിച്ചും കാറുകളെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഭയങ്കര സ്റ്റൈലായിരിക്കും, വെറൈറ്റി, ആർക്കും ഇല്ലാത്ത വണ്ടി. വലിയ വണ്ടിക്കൊക്കെ ചെലവ് കൂടും, അതുകൊണ്ടായി ചെയ്യാം. അശ്വിന് പിന്നെ ലോകത്തിലുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചും ഒരു പ്രത്യേക ധാരണയുണ്ട് കേട്ടോ. ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ കുറേ പഠിച്ചു കൂട്ടുന്നതാണ്. ഞാൻ മിക്കപ്പോഴും ചോദിക്കും, നീ എന്തിനാണ് കൊച്ചെ ഈ ലോകത്തുള്ള വിഷയങ്ങളെ കുറിച്ച് മുഴുവൻ ഇങ്ങനെ പഠിച്ചു കൂട്ടുന്ന, വല്ലോ കാര്യമുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എടുക്കില്ല. ബൈക്കൊക്കെ റെഡാ നല്ലത്. ബൈക്കിന് എങ്ങനെ വരുന്ന കളറിന് പൈസയാണ്, കളറിന് വേറെ പൈസ. വേറെ വിഷയം എന്ന് വെച്ചാല് ടോപ്പ് എൻഡില് നമ്മൾ വിചാരിച്ച കളർ ഉണ്ടാവില്ല. കാറിന് ടോപ്പ് എൻഡിലും ലാസ്റ്റ് എൻഡിലും കളർ സെയിമാ. ഏത് കളർ നമുക്ക് കിട്ടും, ആ കാറിനൊക്കെ എല്ലാ കളറും കിട്ടും, ഫീച്ചേഴ്സ് മാറില്ലല്ലോ. ഇത് ബൈക്കിന്റെ കേസിൽ അങ്ങനെയല്ല. ടോപ്പ് എൻഡിൽ ഇപ്പൊ ഒരു മഞ്ഞാന്ന് പറഞ്ഞാല് താഴത്തെ മിഡിലും ബേസിലൊന്നും മഞ്ഞ ഉണ്ടാവില്ല. എന്നാൽ മിഡില് കറുപ്പുണ്ട്, അത് ടോപ്പ് എൻഡിൽ ഉണ്ടാവില്ല. അപ്പൊ കറുപ്പ് വേണ്ടവന് പറ്റൂല, ടോപ്പ് എടുത്തിട്ട് അവൻ കറുപ്പാക്കണം. കറുപ്പ് കൊള്ളൂല ബൈക്കിന്. റെഡ് നമ്മുടെ ആദ്യത്തെ ബൈക്കിന് പൾസർ റെഡ്. വണ്ടി സബ്ജക്റ്റ് പറഞ്ഞു തുടങ്ങി വീണ്ടും അത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച്, പണക്കാര് പാവങ്ങള് ചെലവ്, അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകളിലേക്ക് എത്തി കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിച്ചു പോകുന്നത്. കയറുമ്പോഴും ഇത് പിന്നെ ഇത് ഇന്നോരുടെ ആന്ന് പറയുമ്പോൾ ഉള്ള ഒരു ചുഖം. അതിനുവേണ്ടി 4 കോടിയൊക്കെ മുടക്കുന്നതിനോട് എനിക്ക് പൈസ മുടക്കാലോ, പാവപ്പെട്ടവരും മുടക്കുമ്പോൾ അത് പ്രശ്നമാവുക. ഇല്ലാത്തവൻ ചെലവാക്കിയിട്ട് എന്താ കാര്യം? പൈസ ഉള്ളവന് കണക്ക് എഴുതണ്ട എത്ര ചെലവാക്കുന്നു. എന്റെ ആവശ്യം അവസാനം ചെലവാക്കുമ്പോ ബാലൻസ് ഉണ്ടോ നോക്കിയാൽ മതി. പാവപ്പെട്ടവന് അങ്ങനെയല്ല, എഴുതണം എത്ര ചെലവ് വരവ് ചെലവ് കണക്കെടുക്കണം. ഈ പാവപ്പെട്ടവൻ ഈ പൈസക്കാരെ പോലെ കണക്കെടുക്കാണ്ട് ചെലവാക്കാൻ പോലാണ് പാടുക. ഈ ബുദ്ധിയൊക്കെ അങ്ങ് വരെ കൊണ്ടുപോയാ എത്ര രൂപ അക്കൗണ്ടിൽ എത്ര ചെലവുണ്ടെന്ന് അറിയാം. എനിക്കോ അക്കൗണ്ട് എത്ര ചെലവ് ഉണ്ടെന്ന് ഇല്ലല്ലോ. ചെലവ് കൂട്ടിയൊക്കെ ഞാൻ ഓവറോൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല.
ചെയ്യുന്നുണ്ടോ? നീ എന്റെ ഇതെല്ലാം തോന്നുന്നുണ്ട്. അതാ പറഞ്ഞ ഒരു ചെലവില്ലാത്ത എന്റെ കണക്ക് ഞാൻ കൂട്ടി വെക്കുമ്പോ ഞാൻ ഞെട്ടിയ എടപ്പോയി ഐഡിയ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മേന്റെ ചെലവ് അപ്പൊ ഒന്ന് എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ ഞെട്ടുന്ന പറഞ്ഞേ. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എഴുതില്ലാത്ത. ബാലൻസ് നോക്കിയാൽ മതി. പക്ഷെ ഏത് ഉപകാരമുണ്ട്, ചവിട്ടാൻ പറ്റും. നമുക്ക് വേണ്ടിയാ നീ ഇത്ര ചവിട്ടുന്നേ? കുറെ പിള്ളേരൊന്നും ഇല്ലല്ലോ. ആദ്യം വന്നതിനുള്ളത് കാല് നീട്ടിച്ചിട്ടില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാനൊന്നും ചെയ്യട്ടെ. എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാനം. എഡ്യൂക്കേഷൻ കൊടുത്താൽ തന്നെ ഓക്കെ. പിന്നെ ബാക്കിയുള്ളത് ബേസിക് ആയിട്ടുള്ള സംഗതികൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി മക്കൾക്ക്. ബാക്കിയുള്ളത് ഇനി വേണമെങ്കിൽ അവരുണ്ടാക്കട്ടെ. നീ അല്ലാതെ ഈ പിന്നെ ഡാഡിയൊക്കെ കാണിക്കും പോലെ മീനൊക്കെ ചുട്ടു നിന്ന് ജീവിച്ച് മരണം വരെ ഇങ്ങനെ പിശുക്കിട്ട് എന്താ കാര്യം? അത് ഭയങ്കര വെട്ടിത്തല്ലേ? അതെ, സർവൈവും അല്ല അത്. അത് ചുമ്മാ എന്തും ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ മരിക്കുക, എല്ലാ ഫെസിലിറ്റിയും ഉള്ളപ്പോ. അതിനോട് എനിക്ക് അർത്ഥമില്ലതേ. പക്ഷെ ബേസിക് ആയിട്ടുള്ള സംഗതികളെല്ലാം നമ്മുടെ കടമയും കർത്തവ്യവും ബേസിക് ആയിട്ടുള്ള സംഗതി നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ബാക്കിയുള്ളത് ഇനി വേണമെങ്കിൽ അവര് പണിയെടുക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ അവര് പണിയെടുക്കുക, അവരുണ്ടാക്കുക. കണ്ട കൂട്ടുകാരെ, ഇതാണ് അശ്വിന്റെ രീതി. നമ്മൾ ഹർട്ട് ചെയ്യുന്ന വിധത്തിലൊന്നും ഇവൻ പറയത്തില്ല. പക്ഷെ നമുക്കൊരു അവയർനെസ് ഒക്കെ ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓവർ ചെലവൊക്കെ ആണെങ്കിൽ കൂട്ടി നോക്കിയാൽ നമുക്കൊരു അവയർനെസ് ഒക്കെ കിട്ടും. ആ ഒരു രീതിയിലൊക്കെ അശ്വിനെ ഇടയ്ക്ക് സംസാരിക്കും. എന്നാലും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അമ്മ ഉണ്ടാക്കുന്ന പൈസ അമ്മേന്റെ പൈസ, അത് എന്റെ ഇതല്ല, എന്നെ അത് ബാധിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കുക, അതാണ് അവന്റെ പോളിസി. ഞാൻ ജീവിക്കണമെങ്കിൽ, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണം. അതാണ് അവൻ എപ്പോഴും പറയുന്ന ഒരു പോളിസി. അത് എനിക്ക് അവനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചു പറിച്ച് മേടിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ഒരു തരത്തിലും ഒന്നും ചെലവാക്കാതെ അവന് വേണ്ടി കൂട്ടി വെക്കണം, അങ്ങനെ ഒരു പോളിസി. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ഞാൻ അവന് വേണ്ടി സേവ് ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും അവൻ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ അങ്ങനെ ഒന്നും ഉള്ള ഒരു നേച്ചറല്ല. ഇതാണ് ഞങ്ങളുടെ രീതി, സംസാരിച്ച് ഇങ്ങനെ ഒത്തിരി കാര്യം. പക്ഷെ എനിക്ക് അവനിങ്ങനെ സംസാരിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. അവന്റെ ഡ്രീമുകളും അവന്റെ കാര്യങ്ങളും അവന്റെ മനസ്സിലിരിപ്പും ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് പോരുമ്പോഴാണ് കേട്ടോ. എസ്പെഷ്യലി ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോഴാണ്. ഇപ്പൊ പിന്നെ അവൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനേ സമയം കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോ അവൻ ഒത്തിരി സംസാരിക്കും കേട്ടോ ഇങ്ങനെ. അപ്പം എല്ലാ കാര്യത്തെ കുറിച്ചും ഇങ്ങനെ വീടെത്തുന്നവരെ പല പല കാര്യങ്ങൾ മാറി മറിഞ്ഞ് അങ്ങനെ എത്തും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് പോരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സൺഡേകള്. ഷോപ്പിങ്ങിന് പോവോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് പുറത്ത് പോകും, അങ്ങനെയൊക്കെ ഡിന്നർ മാത്രം കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ നമ്മൾ സൺഡേ എല്ലാം എൻജോയ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കൂട്ടുകാരെ. ഇന്നത്തെ സിനിമ എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മള് പിന്നെ ബത്തേരിയിൽ നിന്ന് നേരെ നമ്മുടെ നാട്ടിലേക്ക് എത്തി. അതിന്റെ വഴിക്ക് വെച്ച് ഞാൻ കുറച്ച് പാലും അങ്ങനെയൊക്കെ മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അയരയ്ക്കും നമുക്കും വേണ്ടിയുള്ള. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വീട്ടിലേക്ക് എത്തി. മുത്തേ അവിടെ അങ്ങനെ കേക്കണേ. ചന്തോച്ചായോ നമ്മൾ കഴിഞ്ഞപ്പോ നമ്മൾ വന്നപ്പോ ചന്തോച്ചായോ ബിരിയാണി വെച്ചിട്ടുണ്ടല്ലോ. ബിരിയാണി അശ്വിന്റെ ജീവനാണ് കേട്ടോ മിലോയും മൈറയും കേട്ടോ. പക്ഷിക്കുഞ്ഞ് അശ്വിനെ അടുപ്പിക്കത്തില്ല, കൊത്തിക്കൊണ്ട് നടക്കുക. പക്ഷിക്കുഞ്ഞിന് എന്നെ മാത്രം മതി. അതുകൊണ്ട് അശ്വിന് ശത്രുവായിട്ടാണ് പക്ഷിക്കുഞ്ഞ് പ്രഖ്യാപിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടും. പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടോളൂ. അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയാൻ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ, ഗുഡ് നൈറ്റ്.